നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം സർ, ഇന്ന് ഈജിപ്തിൽ വളരെ നിർണായകമായിട്ടുള്ള ചില സംഗതികൾ നടക്കുകയാണ്. ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗാസ സമാധാന ഉച്ചകോടി ഇപ്പോൾ ട്രംപ് വന്നിറങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ സംസാരിക്കുന്ന സന്ദർഭത്തിൽ. പക്ഷേ അതിന് മുന്നോടിയായിട്ട് 7 ബന്ദികളെ വിട്ടയച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ ആ ഒരു ബന്ദി മോചനമൊക്കെ ലൈവായിട്ട് ലോകരാജ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ആ ഒരു കരാർ ഒപ്പിട്ടതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒരുപക്ഷെ ആദ്യത്തെ ബന്ദിമോചനമായിരിക്കാം. രണ്ടാമത്തെ ഒരു പ്രശ്നം വന്നു നിൽക്കുന്നത് ഭരണം ആർക്ക് കൊടുക്കും, എത്തരത്തിലായിരിക്കും ഇനി ഗാസ ഉള്ളത്, ആരുടെ കൈകളിലാണ് ഭദ്രമായിട്ടുള്ളത്, ഹമാസ് ഇനി എത്തരത്തിലായിരിക്കും പ്രതികരിക്കുന്നത് എന്നുള്ളതൊക്കെ. വളരെ മനോഹരമായ കാഴ്ച. രാവിലെ ഹമാസ് 7 ഇസ്രേലി ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറുന്നു. റെഡ് ക്രോസ് പിന്നീട് IDFന് ഈ ബന്ദികളെ കൈമാറുന്നു. ബന്ദികളുമായി ഇസ്രയേലിലേക്ക് അവർ IDF യാത്ര തിരിക്കുന്നു. മറുവശത്ത് ഇസ്രയേലിൻ്റെ ഒരു വികാരം. ഇസ്രയേലിൽ ഇന്ന് സുക്കോത്ത് ഉപവാസമൊക്കെ കഴിഞ്ഞ് ഇന്ന് സൂര്യാസ്തമയത്തിന് ശേഷം സുക്കോത്ത് തീരുകയാണ്. സുക്കോത്ത് അവരെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുള്ള ഒരു ഉപവാസ അവധി ദിനങ്ങളാണ്, ഒരാഴ്ച. ആ സുക്കോത്ത് തീരുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ സഹോദരങ്ങളെ, മക്കളെ അവർക്ക് തിരികെ ലഭിക്കുന്നു. ഇസ്രായേൽ അവരുടെ ജീവനേറെ വില കൽപ്പിക്കുന്ന ഒരു രാജ്യം. ഓരോ പൗരൻ്റെയും ജീവന് വലിയ വില കൊടുക്കുന്ന ഒരു രാജ്യമാണ്. 2 വർഷത്തെ കാത്തിരിപ്പ്. 2023 ഒക്ടോബർ 7 ഭീകരർ തട്ടിക്കൊണ്ടുപോയ തങ്ങളുടെ സഹോദരന്മാരെ, മക്കളെ തിരികെ ലഭിക്കുന്നൊരു സന്തോഷം അതിന്ന് രാവിലെ മുതൽ ഇസ്രായേലിൽ ദൃശ്യമായിരുന്നു. ടെല്ലവീവിലെ ഹോസ്റ്റേജ് സ്ക്വയർ എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തേക്ക് ഇന്ന് രാവിലെ മുതൽ അണയാത്ത ആളുകളുടെ ഒഴുക്കായിരുന്നു. ഏകദേശം 70,000-ഓളം ഇസ്രായേലികൾ ഇപ്പോൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നു. വലിയ ബിഗ് സ്ക്രീനുകളിൽ ഓരോ നിമിഷങ്ങളും അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഗസ മുൻപിൽ നിന്ന് അവരുടെ പൗരന്മാരെ വിട്ടയക്കുന്നതും അവരെ IDF സ്വീകരിക്കുന്നതുമായ ദൃശ്യങ്ങൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ബിഗ് സ്ക്രീനിൽ ഓരോ ദൃശ്യങ്ങൾക്കൊപ്പവും അവരുടെ ആർപ്പുവിളികൾ, ഓരോ ബന്ദികളെ കൈമാറുമ്പോഴും അവരുടെ മുഖത്ത് വിരിയുന്ന ഭാവം, അതിശക്തമായ ഒരു വികാര പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൽ കാണുന്നത്. ജെറുസലേം സാധാരണ എപ്പോഴും പ്രതിഷേധങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. കാരണം ജെറുസലേമിലാണ് ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ നടന്ന ഒരിടം. ആ ജെറുസലേം സ്ക്വയർ പോലും ഇപ്പോൾ വിജനമായി. ഇന്ന് രാവിലെ ഏറെ വിജനമായിരുന്നു. ആളുകൾ ഒരു ഭയാനകമായ നിശബ്ദതയിലായിരുന്നു. എന്താണിന്ന് സംഭവിക്കാൻ പോകുന്നത്? 2 വർഷം കാത്തിരുന്ന ആ ഒരു ബന്ദിമോചനം ഇന്ന് സാധ്യമാകുമോ? എങ്ങനെ? 20 ജീവനുള്ള ബന്ദികളെയും അവർ വിട്ടയക്കുമോ? രാവിലെ 7 ബന്ദികളെ വിട്ടയക്കുന്ന ലിസ്റ്റ് ഹമാസ് പുറത്തുവിടുന്നു. ഇസ്രയേലിൽ 7 ബന്ദികളുടെ പേരുകൾ പ്രക്ഷേപണം ചെയ്യുന്നു. വലിയ ആർപ്പുവിളികളോടെ അവർ ആ സത്യം തിരിച്ചറിയുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾക്കകം ബന്ദികൾ പുറത്തേക്ക് വരുമെന്ന്. കഴിഞ്ഞ 2 വർഷമായി തുടർച്ചയായി നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് മുന്നിൽ പ്രതിഷേധങ്ങളുടെ ഒരു ഇരമ്പലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ അതും നിശബ്ദം. ഇതിനിടയിൽ രാവിലെ ഇന്ന് പുലർച്ചെ തന്നെ ബന്ദികളുടെ മോചന വാർത്തകൾ വരുന്നു. ഇസ്രായേലിൽ ആർപ്പുവിളികൾ മുഴങ്ങുന്നു. ഒടുവിൽ ബന്ദിമോചനം സാധ്യമായി എന്ന് ചാനലുകളിൽ വാർത്ത വരുന്നു. ഇസ്രായേലിൽ മുമ്പൊന്നും ഇല്ലാത്ത വിധം അതിശക്തമായ സന്തോഷത്തിൻ്റെ പ്രകടനങ്ങൾ. അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് യാത്ര ചെയ്തു വരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് 1-ലിരുന്ന് ലൈവായി ഈ ദൃശ്യങ്ങൾ കാണുന്നു. അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരു കുറിപ്പെഴുതുന്നു. ലോകത്തിന് സമാധാനം എന്ന വാക്കുകളാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. മറുവശത്ത് നെതന്യാഹുവും ഭാര്യ സാറയും ചേർന്ന് ഓരോ കുറിപ്പ് ഓരോ ബന്ദികൾക്കും അവർ പ്രത്യേകം കൈകൊണ്ട് എഴുതിയിരുന്നു. അത് IDF ഓരോ ബന്ദികൾ അവരുടെ അടുക്കലേക്ക് വരുമ്പോഴും അവർക്ക് കൈമാറിക്കൊണ്ടിരുന്നു. നിങ്ങളെ ജൂതരാജ്യം സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ആ കുറിപ്പിലുള്ളത്. അപ്പോൾ ഇസ്രായേലികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാർത്ഥന നിർഭരമായ നിമിഷങ്ങളാണ്. അവരുടെ പ്രാർത്ഥനകൾ സഫലമാകുന്നു, അവരുടെ യുദ്ധം സഫലമാകുന്നു. മറുവശത്ത് ഹമാസ് തങ്ങളുടെ പോരാട്ട വീര്യം ഇപ്പോഴും പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നത് ലോകത്തെ ഭയപ്പെടുത്തുന്നു. ഇന്ന് ചില ഔദ്യോഗിക ചടങ്ങുകളോടെ ഇവരെ വിട്ടയക്കും എന്ന് ആദ്യം ഹമാസ് ഭയപ്പെടുത്തിയിരുന്നു. പക്ഷെ അതിനോട് അമേരിക്ക യോജിച്ചില്ല. ഇസ്രായേൽ അത്തരം നടപടികളിലേക്ക് കടന്നാൽ വീണ്ടും ഹമാസ് അതിൻ്റെ തുടർ നടപടികൾക്ക് വിധേയരാകേണ്ടി വരുമെന്ന് സൂചന മുന്നോട്ട് വെച്ചു.
മറുവശത്ത് ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രി ബെൻഗൂർ ഇസ്രായേലിനോട് യുദ്ധം നിർത്തരുത് എന്നാവശ്യപ്പെടുന്നൊരു കാഴ്ച ഇന്ന് രാവിലെ കണ്ടു. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിടികൂടിയ പല തടവുകാരുടെയും കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം സുരക്ഷാ മന്ത്രി സ്വീകരിക്കുന്നു. അവരെ തിരികെ വെസ്റ്റ് ബാങ്കിലേക്ക് അയക്കരുത്, നമ്മുടെ രാജ്യത്തിലേക്ക് വീണ്ടും അവർ നുഴഞ്ഞു കയറും, ആക്രമണം നടത്തും, അവരെ നാട് കടത്തണമെന്നാണ് സുരക്ഷാ മന്ത്രി നെതന്യാഹുവിന് മേൽ സമ്മർദ്ദം ചെലുത്തിയത്. മുമ്പൊന്നും ഇല്ലാത്ത വിധം ഒരു സമ്മർദ്ദവും ഇപ്പോൾ നെതന്യാഹു അനുഭവിക്കുന്നു. 20 ബന്ദികളെ വീണ്ടെടുക്കുമ്പോൾ 28 ബന്ദികളുടെ മൃതദേഹങ്ങളും മൃതദേഹ അവശിഷ്ടങ്ങളും ഇസ്രയേലിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രധാനമന്ത്രിയോട് ചില ചോദ്യങ്ങൾ പ്രതിപക്ഷത്തെന്നതുപോലെ സ്വന്തം ഘടക കക്ഷികൾ, തീവ്ര വലതു കക്ഷികൾ നെതന്യാഹുവിനോട് ചോദിക്കുന്നു. ഹമാസിനെ നമ്മൾ വീണ്ടും വളർത്തുകയാണ് എന്ന സുരക്ഷാ മന്ത്രിയുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. നമ്മൾ ഇത്രയും കാലം യുദ്ധം ചെയ്തത് എന്തിന്? ഈ ചോദ്യം ഇസ്രയേലിൽ ഇപ്പോൾ മുഴങ്ങുന്നു. ഇത്രയും കാലം യുദ്ധം ചെയ്തിട്ടും എന്തുകൊണ്ട് ഹമാസ് അവരുടെ ശക്തി ഇപ്പോഴും നിലനിർത്തുന്നു? ആത്യന്തികമായി നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വലിയൊരു പ്രതിരോധമല്ലേ ഇപ്പോൾ സൃഷ്ടിച്ചു കൊടുത്തിരിക്കുന്നത് ഹമാസിനെ വീണ്ടും വളർത്തുന്നതിലൂടെ? ബന്ദികളെ വിട്ടുകൊടുക്കുക മാത്രമല്ല, ഹമാസ് തങ്ങളുടെ ശക്തി പ്രകടനത്തിന് ഈ അവസരം ഉപയോഗപ്പെടുത്തുക കൂടിയാണ്. അതാണ് ഇസ്രയേലിൽ ചില വിരുദ്ധാഭിപ്രായങ്ങൾ ഉയരാൻ കാരണം. മറുവശത്ത് ഇസ്രയേലിലേക്കുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു യാത്ര അതേറെ മനോഹരമാണ്. കാരണം ട്രംപിനെ സ്വീകരിക്കാൻ ഇസ്രയേലികൾ വലിയ തോതിൽ അവിടെ സംഘടിച്ചു കൊണ്ടിരിക്കുന്നു. ഹോസ്റ്റേജ് ഫാമിലികളെ ട്രംപ് നേരിൽ കാണും, അവരുമായി സംവദിക്കും. ഇസ്രായേൽ പാർലമെൻറ്റിനെ ട്രംപ് അഭിസംബോധന ചെയ്യും. നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തും, സ്വകാര്യ കൂടിക്കാഴ്ച നടത്തും. അപ്പോൾ ഇസ്രായേലിലെ ഒരു സൂപ്പർ ഹീറോ പരിവേഷത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നിറങ്ങുന്നത്. അത് ട്രംപിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയാണ്. കാരണം ജൂത പിന്തുണ എന്ന് പറയുന്നത് നിസ്സാരമല്ല. മുമ്പൊക്കെ ഓരോ അമേരിക്കൻ പ്രസിഡന്റുമാരെയും നിലനിർത്തിയിരുന്നത് ഇസ്രായേലികളുടെ പിന്തുണയാണ്, ജൂതന്മാരുടെ പിന്തുണയാണ്. അത് ട്രംപിന് വ്യക്തമായി അറിയാം. ട്രംപ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയതിന് പിന്നിൽ വലിയ തോതിൽ ജൂതബുദ്ധിയും ജൂതശക്തിയുമുണ്ട്. ആ നന്ദി ട്രംപ് പൂർണ്ണമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. 20 ദിന സമാധാന പദ്ധതിയിലെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കുമ്പോൾ ട്രംപിനൊരു ആത്മവിശ്വാസമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പ്രകടമാണ്. നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് ബന്ദികളെ വിട്ടയക്കുന്നതിലാണ്. ഇതാ ബന്ദികൾ മോചിപ്പിക്കപ്പെടുന്നു, ഇതാ ജീവനുള്ള ബന്ദികളും മരിച്ച ബന്ദികളും ഇസ്രയേലിലേക്ക് വരുന്നു. ഇതിനാണ് നമ്മൾ 2 വർഷം യുദ്ധം ചെയ്തത്. അതിനുശേഷം പലസ്തീൻ തടവുകാരെ വിട്ടയക്കുമെങ്കിലും ഹമാസിൻ്റെ കാര്യത്തിൽ, ഗസയുടെ തുടർ ഭരണത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് നടക്കാനിരിക്കുന്ന ഉച്ചകോടി ചില നിർണായക തീരുമാനങ്ങളെടുക്കും. പക്ഷേ ഇന്നത്തെ ഉച്ചകോടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ട്രംപ് മോണിറ്റേർഡ് ഉച്ചകോടിയാണ്. ട്രംപ് എന്താഗ്രഹിക്കുന്നോ അത് ആ ഉച്ചകോടിയിൽ പാസ്സാകും. അപ്പോൾ ട്രംപിൻ്റെ 20 ദിന പദ്ധതി കൈയടിച്ച് പാസ്സാക്കുക എന്ന ഒറ്റ ജോലി മാത്രമേ ഇന്നത്തെ ഉച്ചകോടിയിലുള്ളൂ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് ക്ഷണിച്ചു. അതൊരു വലിയ സംഭവമാണ്. ഇന്നത്തെ ഉച്ചകോടിയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ പുതുതായിരിക്കില്ല. അതൊക്കെ സമാധാന പദ്ധതിയിലെ അതേ കാര്യങ്ങൾ തന്നെ, അതിൻ്റെ ഒരു തുടരാവർത്തനം മാത്രമാകും. എന്നാൽ ഈ ഉച്ചകോടിയിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്ന് ഇസ്രായേൽ പ്രതികരിക്കുന്നു. ഇറാനും ഉണ്ടല്ലോ. ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇസ്രായേലിൻ്റെ നിലപാട് വ്യക്തമാണ്. ഉച്ചകോടിയിലെത്തി ഹമാസുമായി ഇനി ഗസയുടെ ഭരണകാര്യം തങ്ങൾ എന്തിനും ചർച്ച ചെയ്യുന്നു. അതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഹമാസിനെ എന്നേക്കുമായി ഗസ മുനമ്പിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ ചർച്ചയുമില്ല, വിട്ടുവീഴ്ചയുമില്ല. ഇനി അങ്ങനൊരു ഘട്ടവുമില്ല. അപ്പോൾ സമാധാന കരാറിലെ ഈ ചർച്ചകൾ ലോകരാജ്യങ്ങൾ ചേർന്ന് ചർച്ച ചെയ്യട്ടെ, അതിൽ തങ്ങൾ പങ്കാളികളാവില്ല. തങ്ങളെ സംബന്ധിച്ച് ഒരൊറ്റ നിർബന്ധ ബുദ്ധിയാണുള്ളത്, ഗസ മുനമ്പിൽ ഇനി ഹമാസ് ഉണ്ടാകരുത്. ഇതാണ് ഇസ്രായേലിൻ്റെ നിലപാട്, നെതന്യാഹുവിൻ്റെ നിലപാട്. ഈ നിലപാടിനപ്പുറം മറ്റൊരു തലത്തിലേക്ക് ഒരു ചർച്ചയ്ക്ക് പോലും നെതന്യാഹുവിന് സാധ്യതയില്ല ഇപ്പോൾ. കാരണം സ്വന്തം രാജ്യത്ത് അത്രയധികം സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈജിപ്റ്റ് സമാനതകളില്ലാത്ത തലത്തിൽ ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. കാരണം ഹമാസ് എന്നേക്കുമായി ഗസ മുനമ്പിൽ നിന്ന് അപ്രത്യക്ഷമാകേണ്ട ഏറ്റവും അധികം ആവശ്യം ഇന്ന് ഈജിപ്തിനാണ്. ഈജിപ്റ്റ് വലിയ തോതിൽ കുടിയേറ്റ ഭീഷണി നേരിട്ട കാലഘട്ടമാണ് ഈ 2 വർഷം. റഫ അതിർത്തിയിൽ ഈജിപ്ഷ്യൻ സൈനികർ വളരെയേറെ ക്ലേശം അനുഭവിച്ചു. കാരണം ഈജിപ്തിനാണ് ഏറ്റവും അധികം സമ്മർദ്ദം ഗസ മുനമ്പിൽ നിന്നുണ്ടായത്. പക്ഷേ ഈജിപ്തിനെ സംബന്ധിച്ച് പലസ്തീനികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വലിയ ഒരു എതിർപ്പ് നേരിടുന്നുണ്ടവർ. തങ്ങൾ ഇത്രയധികം ദുരന്തം നേരിട്ടപ്പോൾ
ഇത്രയധികം പ്രതിസന്ധികളിൽ അകപ്പെട്ടപ്പോൾ ഈജിപ്റ്റ് തങ്ങൾക്ക് അഭയം തന്നില്ല എന്നൊരു പക ഇപ്പോൾ ഗസ നിവാസികളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഗസയിൽ നിന്നുള്ള പലസ്തീൻ ഭീകരവാദികളാൽ ആക്രമിക്കപ്പെടാം. ഈ ഒരു മുന്നറിയിപ്പ് അവർക്ക് മുന്നിലുണ്ട്. ഇത് പലപ്പോഴും ഇസ്രായേൽ ഈജിപ്തിന് മുന്നിൽ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹമാസിനൊപ്പം നിന്നില്ല എന്ന പക അവരുടെ ഉള്ളിൽ കത്തിയാളുന്നത് കൊണ്ട് ഇവിടെ വെച്ച് ഹമാസിനെ നിർവീര്യമാക്കി ഗസ മുനമ്പിനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യം ഇസ്രായേലിന് എന്നതുപോലെ ഈജിപ്തിനുമുണ്ട്. ഇത് ട്രംപിന് വ്യക്തമായി അറിയാം. ട്രംപ് അതുകൊണ്ടാണ് വളരെ ബുദ്ധിപരമായി ആദ്യഘട്ട ബന്ധിമോചനത്തിൻ്റെ ഒരു വിജയത്തിലെത്തിച്ചത് ഇസ്രായേലിനെ. രണ്ടാം ഘട്ടം ലോകരാജ്യങ്ങൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ട്രംപ് വളരെ കൗശലത്തോടെ ഇപ്പോൾ കരുക്കൾ നീക്കുന്നു. ആത്യന്തികമായി ഇസ്രായേലിൻ്റെ വിജയമാണ്. പക്ഷേ മറുവശത്ത് ഇന്ന് ഹമാസിൻ്റെ ഒരു പ്രസ്താവന കണ്ട് നമുക്ക് ചിരിപ്പെട്ടു. ഹമാസ് പറഞ്ഞത് സമ്പൂർണ്ണ ഹമാസ് വിജയം. കഴിഞ്ഞ 2 വർഷമായി നിങ്ങൾ ഞങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തി യുദ്ധത്തിലൂടെ ബന്ദികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് എന്തായി എന്ന ചോദ്യം. ഒടുവിൽ ഞങ്ങൾ വിട്ടുതരേണ്ടി വന്നില്ലേ? ഇതാണ് ഹമാസിൻ്റെ ഇസ്രായേലിനോടുള്ള ചോദ്യം. ഹമാസ് പോരാളികൾ ഹൈഡൗട്ടുകളിൽ നിന്ന് ഏറ്റവും ഒടുവിൽ തിരിച്ചു വരുന്നതും ഇസ്രായേലിനെ സഹായിച്ച നിരവധി ഗോത്രവർഗ്ഗക്കാരെയും നിരവധി ആളുകളെ കൊന്നൊടുക്കുന്നതുമായ ദൃശ്യങ്ങൾ ഇന്നലെ കണ്ടു. ഇസ്രായേലിൽ ഇത് വലിയ വികാരമുണർത്തി. ഞങ്ങൾ ഇതുവരെ സഹായിച്ച ആളുകളെ ഹമാസ് കൊന്നൊടുക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കണോ? പക്ഷേ ലോകം കൈകെട്ടിയ ഒരു തലത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ നിൽക്കുന്നത്. ബന്ദിമോചനം എന്ന ഒരു ബ്ലാക്ക് മെയിൽ തന്ത്രം അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ നിശബ്ദമായി നിൽക്കുന്നു. ഇന്ന് ഈ മുഴുവൻ ബന്ദികളെയും വീണ്ടെടുത്താൽ നാളെ ഒരുപക്ഷെ ഉഗ്രരൂപിയായി തിരിഞ്ഞു നിൽക്കുന്ന ഇസ്രായേലിനെ ലോകം കാണും. അതുതന്നെയാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നതും. പലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നതല്ല ട്രംപിൻ്റെ ആത്യന്തികമായ ആഗ്രഹം. ട്രംപ് ഒരു മികച്ച കളിക്കാരനാണ്. എല്ലാ കളിയിലും തനിക്ക് അനുകൂലമായ കാര്യങ്ങൾ മാറ്റിയെടുക്കുക. ട്രംപിൻ്റെ ചില പ്രസ്താവനകൾ പോലും അതാണല്ലോ. ഇന്ന് അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പുറപ്പെടുമ്പോൾ എയർഫോഴ്സ് 1 വെച്ച് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. 7 യുദ്ധം താൻ അവസാനിപ്പിച്ചു. ഇത് 8ാമത്തെ യുദ്ധം അവസാനിപ്പിക്കലാണ്. ഗസയും ഇസ്രായേലിനും ഇടയിലുള്ള സമാധാന കരാർ തൻ്റെ 8ാമത്തെ വിജയകരമായ യുദ്ധ അവസാനിപ്പിക്കൽ പ്രക്രിയയാണ്. ഇത് മറ്റൊരു യുദ്ധം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ്. ഞാൻ തിരികെ വന്നിട്ട് അതിൻ്റെ പണിയിലേക്ക് ഇറക്കാം. അപ്പോൾ ട്രംപ് ഇതിനെയൊക്കെ ഒരു ഗെയിം സെറ്റിംഗ് മോഡിലൂടെയാണ് കാണുന്നത്. ട്രംപിന് ഇതൊക്കെ ഒരു രസകരമായ ഒരു ഗെയിം സെറ്റിംഗ് ആണ്. മറുവശത്ത് പാകിസ്ഥാനെ ഇത്രയധികം പ്രകോപിപ്പിച്ച് അഫ്ഗാന് നേരെ അടിക്കാൻ വിട്ടത് ട്രംപാണ്. അഫ്ഗാനിസ്ഥാനിൽ ട്രംപിനൊരു വ്യോമ കേന്ദ്രം വേണം. അതിനുവേണ്ടി അഫ്ഗാന് മേൽ സമ്മർദ്ദം ചെലുത്തി. തൊട്ടപ്പുറത്ത് പാകിസ്ഥാനെ പ്രകോപിപ്പിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ട് അടിയായി. യുദ്ധം മൂർച്ഛിച്ചു. ഇന്നിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം പറയുന്ന ഏകദേശം 200ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ്. ചുരുക്കത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധം രൂക്ഷമായാൽ സഹായിക്കാൻ അമേരിക്ക എത്തണം. അമേരിക്ക സമാധാന ദൂതൻ്റെ മട്ടിൽ അവതരിക്കൂ. അവിടെയും ഒരു വ്യോമത്താവളമെന്ന ആവശ്യം ട്രംപ് അഫ്ഗാനിസ്ഥാൻ്റെ മുന്നിൽ വയ്ക്കുക. അപ്പോൾ ഒരു മികച്ച കളിക്കാരനാണ് ട്രംപ്. ഇസ്രയേലിൽ വന്നിറങ്ങുന്ന ട്രംപ് ഇത്രയധികം കയ്യടികൾ നേടുന്നു എങ്കിൽ ഇത് മറ്റൊരു വിജയത്തിൻ്റെ കഥ തന്നെയാണ്. അത് ട്രംപിൻ്റെ വിജയമാണ്. നെതന്യാഹുവിൻ്റെ ആത്യന്തിക വിജയമാണ്. ഇടയ്ക്ക് ട്രംപിനോടൊരു മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, സ്വർഗം കിട്ടുമോ എന്നുള്ളത്. ക്രിസ്ത്യൻസിൻ്റെ വലിയൊരു വിശ്വാസമാണല്ലോ. എനിക്ക് കിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പറയുമ്പോഴും എൻ്റെ കമൻറ്റുകൾ അതാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ പറയുന്നെങ്കിലും കുശാഗ്ര ബുദ്ധിയുള്ള നല്ലൊരു ഒന്നാന്തരം കളിക്കാരനാണ് എന്നുള്ളത്. അതാണ് നമ്മളിപ്പോൾ ഈജിപ്തിലും ഇസ്രായേലിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിരവധി 50,000-ത്തിലധികം ഗസ നിവാസ പാലസ്തീൻ ജനത തിരിച്ച് ഗസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും അറിയാതെ സമാധാനം പൂവിട്ടു അല്ലെങ്കിൽ നല്ലൊരു പുല്ലരി കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞാൻ കണ്ടത് സ്വന്തം വീട് നോക്കി ഓടി വീട്ടിലേക്ക് കയറി വരുന്ന ചില ആൾക്കാരെ ഞാൻ കണ്ടു. അത്രയേറെ സന്തോഷത്തിലാണ് ഒരുപക്ഷെ പലസ്തീൻ ജനതയും. പക്ഷേ അവിടെയാണ് ഇനി വരാനിരിക്കുന്ന ആ ഒരു സമാധാന കരാർ. ഇപ്പോൾ 7 ബന്ദികളെ വിട്ടു എന്നുണ്ടെങ്കിലും ഹമാസും അത്ര ബുദ്ധിശൂന്യമായി കളിക്കില്ല എന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ നിരായുധീകരണം എന്നുള്ളൊരു പ്രധാന വിഷയമാണ്. ഭരണം ഏൽപ്പിക്കുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഗാസയിൽ നിന്ന് അവർ മാറണം. ഇതൊക്കെ നെതന്യാഹു ഒരു കാലത്തും അത് ഒരു കരാറിലേക്ക് പോകാതെ ഒരു കാലത്തും അത് സമ്മതിച്ചു തരികയുമില്ല.
പക്ഷേ ഈ രാവിലെ 7 ബന്ദികളെ വിട്ടപ്പോൾ നമ്മൾ കണ്ടത് മഥാൻ സൻ ഗോക്കർ സാറ് ആ ഒരു മഥാന്റെ ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടു. വളരെ സന്തോഷത്തോടെ വീഡിയോ കോൾ അമ്മയും ഹമാസ് തന്നെയാണ് മഥാനെ ഒരു വീഡിയോ കോളിൽ സ്വന്തം അമ്മയ്ക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. അമ്മയും കാമുകയുണ്ട്. ഒരു വികാര വായ്പ അമ്മയുടെ. യുദ്ധമില്ല മോനെ, ഇനി നിങ്ങൾ മടങ്ങുകയാണ്, നമ്മൾ ഒരുമിക്കുകയാണ് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അതൊരു വല്ലാത്ത ഭാവമാണ്. പക്ഷേ ഈ 48 പേരുടെയും ആരൊക്കെ മരിച്ചു എന്നുള്ളത് ഒരുപക്ഷെ അവർക്ക് അറിയാമോ എന്നുള്ളത് അറിയാം. ഓക്കെ, എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട്. ഇനി അതിൽ 2 പേരുടെ കാര്യത്തിലാണ് തികഞ്ഞ അനിശ്ചിതത്വം തുടരുന്നത്. ഹമാസിന്റെ ചില നേതാക്കൾ ഉൾപ്പെടെ ഇസ്രായേലിന്റെ പക്ഷത്തുമുണ്ട്. അവരെ തിരിച്ചയക്കുമോ എന്നുള്ളതും ഒരു ആശങ്കയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞതിന് ശേഷം നിരവധി കാര്യങ്ങളാണ് മുന്നിലുള്ളത്. ഒരുപക്ഷെ ആ ഒപ്പിടുന്നതിന് മുന്നേ വരെയും ഒരുപക്ഷെ ദീർഘനിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ ബലം പിടിച്ചിരുന്ന് നോക്കിക്കാണാനേ നമുക്കൊക്കെ കഴിയത്തുള്ളൂ. ഏതായാലും ഇനിയുള്ളത് ബന്ദിമോചനം 2ാം ഘട്ടത്തിലേക്ക് കടക്കുമോ എന്നുള്ളതല്ലേ. ഈ ട്രംപ് സ്വർഗത്തിൽ പോകുമോ എന്നുള്ളൊരു ചോദ്യം അത് രസകരമാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് വലിയ വിശ്വാസിയാണ്. എങ്കിലും മാർപ്പാപ്പ പോലും പറഞ്ഞാൽ കേൾക്കാത്തൊരു ട്രംപിനെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പോപ്പ് പറഞ്ഞാൽ അനുസരിക്കാത്തൊരു ട്രംപിൻ്റെ രൂപം. എന്നാൽ പോപ്പിന് മുന്നിലെത്തുമ്പോൾ വലിയ വിനയത്തോടെ പോപ്പിനെ വണങ്ങുന്ന ട്രംപിനെ നമ്മൾ കണ്ടു. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അഡ്വക്കേറ്റ് തോമസ് കാഞ്ഞമല്ല, പുള്ളി ഒരു രസികൻ കഥാപാത്രമാണ്. പുള്ളി അതേ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. അദ്ദേഹം പറയും, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണേ. ഞാൻ ചോദിച്ചു കാരണം എന്താ? നമ്മൾ കൃത്യമായി സ്വർഗത്തിൽ പോയാൽ പിന്നെ എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് വേറെ പണിയൊന്നും നടക്കത്തില്ല, എപ്പോഴും പ്രാർത്ഥിച്ചിരിക്കണം. പക്ഷെ സ്വർഗത്തിനും നരകത്തിനും ഇടയിലൊരു ശുദ്ധീകരണ സ്ഥലമുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടി, ചിലപ്പോൾ നരകത്തിൽ പോകും, ചിലപ്പോൾ സ്വർഗത്തിൽ പോകും. അവിടെ ആ മതിൽ കയറി ഇരുന്നാൽ ഇടയ്ക്ക് ഇപ്പുറത്തെ ചില പോക്കൃത്തരം കാണുകയും ചെയ്യാം, ഇടയ്ക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോകും. ട്രംപ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആളാണ്. ട്രംപിന് അങ്ങനെ കൃത്യത അദ്ദേഹത്തിന് പല പ്രവൃത്തികളിലുമില്ല. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ കൊണ്ടുപോയി ആത്യന്തിക വിജയത്തിലെത്തിക്കുക. ആ തന്ത്രം പല സ്ഥലങ്ങളിലും വിജയിക്കുന്നു. കാരണം അമേരിക്കയുടെ അമരക്കാരനാണ്. ലോകത്തിൽ മറ്റേതൊരു രാജ്യത്തിൻ്റെ അമരക്കാരനും ഈ ഒരു കാർഡിട്ട് കളിക്കാൻ കെൽപ്പില്ല. അമേരിക്കയ്ക്ക് ഒരു ലോക പോലീസുകാരൻ എന്നുള്ള ഒരു വലിയ സ്ഥാനമുണ്ട്. ചുരുക്കത്തിൽ ഇസ്രയേലിൽ വന്നിറങ്ങുന്ന ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ പ്രഭാതത്തിലേക്കുള്ള കാൽവെപ്പാണ്. ട്രംപ് ഇസ്രായേൽ എയർപോർട്ടിൽ വന്നിറങ്ങിയ ആ നിമിഷം മുതൽ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈജിപ്തിൽ ഉച്ചകോടിക്കായി ട്രംപ് പുറപ്പെടുമ്പോൾ അത് ലോകമിനി ഏറ്റവും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഒരു സമയമായി മാറും. ട്രംപ് വാസ്തവത്തിൽ മധ്യേഷ്യയുടെ കളിക്കളം ഒന്ന് മാറ്റി എഴുതുകയാണ്. ഇത് പൂർണ്ണമായും ഇസ്രായേലിന് അനുകൂലമായ ഒരു ഗെയിം പ്ലാനാണ്, ഗെയിം ചേഞ്ചാണ്. ഒരു പ്ലോട്ട് ഒരുക്കി അതിൽ സമാധാന പദ്ധതി എന്ന വളരെ മനോഹരമായ ഒരു ഫ്രെയിംവർക്ക് ഇട്ട് ആ ഫ്രെയിംവർക്കിലേക്ക് ലോകരാജ്യങ്ങളെ കൊണ്ടുവന്ന് ഒടുവിൽ ഹമാസിനെ മുട്ടിൽ നിർത്തി ഇസ്രായേലിന് വിജയം സമ്മാനിക്കുന്നു. അതായിരുന്നു ഒരു ഗെയിം പ്ലാൻ. അതിൽ ട്രംപ് വിജയിച്ചു. ഇസ്രായേലിനെ സംബന്ധിച്ച് നെതന്യാഹുവിൻ്റെയും ഒരു ആത്യന്തിക വിജയമാണ്. പക്ഷേ നെതന്യാഹു കഴിഞ്ഞ 2 വർഷമായി ഇസ്രായേലിൽ ഇത്രയധികം സമ്മർദ്ദം നേരിട്ട മറ്റൊരു വ്യക്തിയില്ല. യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഇസ്രായേൽ നെതന്യാഹുവിനെ വേട്ടയാടുന്ന ഒരു ആരവമുണ്ട്. 2023 ഒക്ടോബർ 7 നടന്ന ആ കൂട്ടക്കൊല, ആ തീവ്രവാദി ആക്രമണത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം പലപ്പോഴും അത് മൊസാദിന് മേൽ ചാർത്തപ്പെട്ടു, IDF-ന് മേൽ ചാർത്തപ്പെട്ടു, ഷിൻബെറ്റിന് മേൽ ചാർത്തപ്പെട്ടു. പക്ഷേ ആത്യന്തികമായി ഇസ്രായേൽ ഭരിക്കുന്ന പ്രധാനമന്ത്രി അത്തരമൊരു ആരോപണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാമോ? യുദ്ധം അവസാനിക്കുമ്പോൾ ബന്ദികൾ തിരികെ എത്തി ആത്യന്തികമായി സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഉയർന്നു വരുന്ന മറ്റൊരു ആവശ്യമുണ്ട്. അത് നെതന്യാഹുവിൻ്റെ രാജ്യമായിരിക്കും. തീവ്ര വലത് കക്ഷികൾ ഈ രാജിയിൽ അല്ലെങ്കിൽ രാജ്യസമ്മർദ്ദത്തിൽ നിന്ന് നെതന്യാഹുവിനെ രക്ഷിച്ചെടുക്കണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ അവർക്ക് മുന്നിലുള്ളൂ. അത് തുടർച്ചയായുള്ള യുദ്ധമാണ്. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ, ഇസ്രായേലികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എല്ലാ ശത്രുക്കളെയും നിഗ്രഹിക്കുക. അത്തരമൊരു പോരാളിയുടെ ഒരു കൂറ്റൻ കരുത്തൻ ഇമേജിലൂടെ മാത്രമേ നെതന്യാഹുവിനോട് നിലനിൽപ്പ് സാധ്യമാകൂ. അല്ലെങ്കിൽ തന്നെ നെതന്യാഹു ഒരു പോരാളിയാണ്. മറുവശത്ത് അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുടെ പേരിൽ വിചാരണ നേരിടേണ്ട നെതന്യാഹു ആ കാര്യത്തിലും വലിയ സമ്മർദ്ദം അനുഭവിക്കുന്നു. സ്വന്തം ആരോഗ്യ പ്രശ്നങ്ങൾ. അപ്പോൾ ചുരുക്കത്തിൽ നെതന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം രാഷ്ട്രത്തിൻ്റെ അതിജീവനം മാത്രമല്ല, സ്വന്തം രാഷ്ട്രീയ അതിജീവനം കൂടിയാണ്. അവിടേക്കാണ് ഇപ്പോൾ ട്രംപ് പറന്നിറങ്ങിയിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം അവിടെയുള്ള
ബാക്കിയുള്ളൊരു സുന്ദര മണിക്കൂറുകൾ. തീർച്ചയായിട്ടും ഇനി വരുന്ന നിമിഷങ്ങൾ, വരുന്ന മണിക്കൂറുകളൊക്കെ വളരെ നിർണായകമാണ്. ഇപ്പോൾ സർ പറഞ്ഞതുപോലെ നെതന്യാഹുവിൻ്റെ ഒരു വിഷയത്തിലേക്ക് വരുമ്പോഴും ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് ഇസ്രായേലിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ഇസ്രായേൽ ജനതയ്ക്ക് നന്നായിട്ട് അറിയാം. ഈ യുദ്ധമൊന്ന് അവസാനിപ്പിക്കണേ എന്നൊരു വിഭാഗം ആൾക്കാരും അവിടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ ഗാസയിൽ മാത്രമല്ല ഇസ്രായേലിലും ഇനി പറക്കട്ടെ. ഈ ഒരു സമാധാന കരാർ ഒപ്പിടട്ടെ. ഹമാസ് എന്ന ഭീകരവാദികൾ അത്തരത്തിൽ അവരുടെ ആയുധം താഴെ വെച്ച് കീഴടങ്ങട്ടെ. അല്ല, ഇത് യുദ്ധത്തിൻ്റെ ഒടുക്കമല്ല, ഇത് യുദ്ധത്തിൻ്റെ ഇടവേള മാത്രമാണ്. കാരണം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കനത്ത സമ്മർദ്ദം നേരിട്ടപ്പോഴാണ് നെതന്യാഹു ഒടുവിൽ തൻ്റെ വാക്കുകൾ മയപ്പെടുത്തിയത്, പ്രവൃത്തികൾ മയപ്പെടുത്തിയത്. അവിടെയാണ് ട്രംപിന് ഒരു സ്പേസ് കിട്ടിയത്. ആ സ്പേസിൽ ഇപ്പോൾ ഒരു വെടിനിർത്തൽ ധാരണയിലെത്തി, ഒരു സമാധാന കരാറിൻ്റെ വക്കിലെത്തി. ഈ സമാധാന കരാർ പക്ഷേ ഹമാസിൻ്റെ പൊതു സ്വഭാവം അനുസരിച്ച് അവർ നിലനിർത്തില്ല. അവർ ഗസ മുനമ്പിൽ നിന്ന് ആയുധം ഉപേക്ഷിച്ച് ഓടിപ്പോകില്ല. അപ്പോൾ സമാധാന കരാർ ലംഘനത്തിൻ്റെ പേരിൽ ഇനിയും യുദ്ധം തുടരാൻ ഒരവസരം ഇസ്രായേലിന് കിട്ടും. അതവർ മനോഹരമായി അങ്ങ് തീർക്കുകയും ചെയ്യും. അവിടെ ലോകരാജ്യങ്ങൾക്ക് മിഴിച്ചു നിൽക്കാനേ കഴിയൂ. കാരണം ട്രംപിനൊപ്പം ചേർന്ന് ഈ സമാധാന പദ്ധതി നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കേണ്ടി വരും. പൂർണ്ണമായും യൂറോപ്യൻ യൂണിയനെ, അറബ് രാജ്യങ്ങളെ വെട്ടിലാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. അതെ, എന്നും എപ്പോഴും ഭീകരവാദികൾ അവരുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ നന്മകൾക്കോ അല്ലെങ്കിൽ ജനത്തിനോ വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഹമാസ് ഇപ്പോൾ കാണിക്കുന്ന 2 ദിവസമായിട്ട് കാണിക്കുന്ന കോലാഹലങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ആയുധം താഴെ വെച്ച് കീഴടങ്ങുക എന്നുള്ളത് അസഹനീയമാണ്. പക്ഷേ താഴെ വെപ്പിക്കാൻ തക്ക രീതിയിൽ ഒരുപക്ഷെ ട്രംപും തുനിഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ട്. എന്നും തീർത്ത് കളയേണ്ടുന്ന ഒരു വിഭാഗം തന്നെയാണ് അത്. എത്ര കരഞ്ഞാലും നിലവിളിച്ചാലും എത്ര കൊണ്ടാലും പഠിക്കാത്ത ഒരു വിഭാഗം. ഒരുപക്ഷെ ജനങ്ങളെ ഓർക്കുമ്പോൾ വേദനയുമുണ്ട്. തീർച്ചയായിട്ടും. നന്ദി.